കഴിഞ്ഞ ദിവസം ലോകത്തെ ഏറ്റവും വലിയ പെട്രോളിയം ഗ്യാസ് ഹബ്ബുകളിലൊന്നായ ഖത്തറിലെ ഗ്യാസ് ഫീൽഡുകളിൽ ഇറാൻ ആക്രമിക്കുമ്പോൾ ലോകരാജ്യങ്ങളുടെ മുഴുവൻ പ്രകൃതിവാതക ശൃംഖലയെയാണ് അത് ഗുരുതരമായി ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ആഭ്യന്തര ആവശ്യത്തിൻ്റെ പകുതിയോളം ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പ്രകൃതിവാതകത്തിൻ്റെ 20% ഖത്തറിൽ നിന്നാണ്. ഇന്ന് 189 മില്യൺ മെട്രിക് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം പ്രതിദിനം നമുക്ക് ആവശ്യമുണ്ട്. ഒരു രാജ്യത്തെ പ്രത്യേകമായി ആശ്രയിക്കാതെ പല സോഴ്സുകളിൽ നിന്ന് LNGയും ക്രൂഡ് ഓയിലും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ യുദ്ധം ഇതുപോലെ തുടർന്നാൽ അത് നമുക്കല്പം റിസ്ക് തന്നെയാണ്. കാരണം സമയം കളയാനില്ലാതെ ദീർഘവും വലുതുമായ ചില ലക്ഷ്യങ്ങളെ നമ്മൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമല്ലേ ഇത്. ആശ്രിതത്വം അഥവാ ഡിപ്പെൻഡൻസി എവിടെയും പ്രശ്നം തന്നെയാണ്, വ്യക്തിക്കാണെങ്കിലും രാജ്യത്തിനാണെങ്കിലും. കാരണം അത് നമ്മുടെ മുന്നോട്ടുള്ള പദ്ധതികളെ തകിടം മറിക്കും. അതുകൊണ്ടാണ് സ്വയം പര്യാപ്തമായ ഇന്ത്യ എന്ന ലക്ഷ്യത്തിൽ ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതിക്ക് രാജ്യം രൂപം നൽകിയതെന്ന് ഓർക്കണം. അതിലെ ഏറ്റവും സുപ്രധാനമായ സെക്ടറുകളായിരുന്നു സോളാർ, ന്യൂക്ലിയർ, ഹൈഡ്രജൻ എനർജി മേഖലകൾ. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് എത്തനോൾ ബ്ലെൻഡിംഗ് മിഷൻ രാജ്യം മുന്നിൽ വെച്ചത്. കഴിഞ്ഞ വർഷം 20% പെട്രോളിലും എത്തനോൾ ബ്ലെൻഡിംഗ് പൂർത്തിയാക്കി. 2030 ലക്ഷ്യം വെച്ച ടാർഗറ്റാണ് 2025 നേടിയത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയാമോ? ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ 1.44 ലക്ഷം കോടി രൂപ ഇന്ത്യക്ക് ലാഭിക്കാനായി. ചില രാജ്യങ്ങളുടെ GDPയോളം വരുന്നു ആ സംഖ്യ. ആ പണം പൊതുസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും രാജ്യവികസനത്തിനുമായി ചെലവഴിക്കാൻ രാജ്യത്തിന് കരുത്തു നൽകി. എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോജക്റ്റ് ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാനും സാമ്പത്തിക ലാഭം നേടാനും മാത്രമല്ല സഹായിച്ചത്, കർഷകർക്ക് വലിയ വരുമാന സാധ്യത തുറന്നിടാൻ ഇതുവഴി കഴിഞ്ഞു.